ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ വേറെ, ഓഡിയോ വേറെ. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട പൊന്നു കൂട്ടുകാരെ, നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ തുടരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പൊന്നു കൂട്ടുകാർക്കും എന്നോടൊപ്പം നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇട്ട് ലൈക്ക് അടിച്ച് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോയിലേക്ക് പോവുകയാണ്. ഓഡിയോ വേറെയാണ് കേട്ടോ. അപ്പോൾ ഓഡിയോയിൽ എനിക്ക് 2 വാക്കുകൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് ആളുകൾക്കെങ്കിലും സംശയമുണ്ടാകുമല്ലോ. അതുപോലെ എന്നെ അറിയുന്ന ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാവും. ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. ചാനൽ ഞാൻ നോമ്പിനാട്ടോ തുടങ്ങിയത്. നോമ്പ് ലാസ്റ്റിലാണ് തുടങ്ങിയത്, ഈ വർഷത്തിലെ നോമ്പിന് കേട്ടോ. അപ്പോൾ അവർക്ക് സംശയമുണ്ടാകും, ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞല്ലോ, പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഓരോരുത്തരോട് ഇങ്ങനെ വിളിച്ച് പറയാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തച്ചാൽ എല്ലാവരും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർക്കും വേണ്ടിയിട്ട്, അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഓഡിയോ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി വെക്കാം. അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. ഏതെങ്കിലും വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പൊരു പഴംപൊരിയുടെ വീഡിയോ ഇട്ടിട്ട് അതും നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കാം. എല്ലാ റെസിപ്പിയും അടിപൊളിയാണ് കേട്ടോ. ഒരു റെസിപ്പി ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഉണ്ടാക്കിയ എല്ലാ റെസിപ്പികളും അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് സംശയം ഉണ്ടാവും, ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഉടനടി കായ് കിട്ടുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു. ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ. പൈസ കിട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ. പൈസ കിട്ടണമെങ്കിൽ ഇനിയും ശ്രമിക്കണം. കഠിന പരിശ്രമം നടത്തിയെങ്കിൽ മാത്രമാണ് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും വിജയം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ കഠിന പരിശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, യൂട്യൂബിൽ നിന്ന് വെറുതെയാണോ കായ് കൊടുക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അല്ല. ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. വീഡിയോ ഇട്ടിട്ട് അതുപോലെ എഡിറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു 10 മിനിറ്റ് ആക്കിയിട്ട് കൊണ്ടുവരിക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അരമണിക്കൂർ എന്താണ് ഒരു പഴംപൊരി ഉണ്ടാക്കുക അരമണിക്കൂറോ? നിങ്ങൾക്ക് വീണ്ടും തെറ്റിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. പഴംപൊരി ഉണ്ടാക്കാനല്ല അരമണിക്കൂർ വരുന്നത്. നമുക്ക് ആ വീഡിയോക്ക് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടല്ലേ നമുക്ക് വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചില സമയത്ത് ക്യാമറ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും, ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ലെവലാക്കി നേരാക്കി വരുമ്പോൾ തന്നെ ചിലപ്പോൾ കുട്ടികൾ കളിച്ചിട്ട് ഇല്ല വീഡിയോ പോയിട്ടുണ്ടാവും. അങ്ങനെ പല ജാതി പ്രശ്നങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടായിരിക്കാം. അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അരമണിക്കൂറൊക്കെ വരുന്നത്. ഒരു വീഡിയോ എടുക്കാം, അല്ലാതെ ഇപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ അരമണിക്കൂറൊന്നും വരില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ വെറും 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് എനിക്കൊന്നാ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ മുടങ്ങാതെ കാണണം കേട്ടോ. മുടങ്ങാതെ കാണുകയെന്ന് പറഞ്ഞാൽ എന്തിനാണ് മുടങ്ങാതെ കാണുന്നതെന്ന് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് അടിപൊളി റെസിപ്പിയല്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയല്ലേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ട് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി. അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വീണ്ടും തുടരുന്നു. സംസാരിച്ച് വാക്കുകൾ കടന്നു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഉടനടി പൈസ കിട്ടില്ല കേട്ടോ. നമ്മുടെ അക്കൗണ്ടിൽ $100 ആയി കഴിയണം. $100 ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഠിന പരിശ്രമം നടത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് $100 തികയുള്ളൂ. $100 ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ എങ്കിലും നമുക്ക് വൈറലായിരിക്കണം. വൈറലാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവും എന്താണ് വൈറലാകുക എന്ന് പറഞ്ഞാൽ. വൈറലാകുക എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ 1,00,000 വ്യൂസെങ്കിലും നമുക്ക് കിട്ടണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. 1,00,000 വ്യൂസൊക്കെ കിട്ടുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഡോളർ കയറുകയുള്ളൂ. അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ കാരണം, ഞാനൊരു പൊറാട്ടയുടെ വീഡിയോ ഇട്ടിന്, ആ വീഡിയോ 96K വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ 2 വാക്കെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ചാനലൊക്കെ വേഗം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ ആയി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇനി പെട്ടെന്നായിരിക്കും അടുത്ത ഇതൊന്ന് വിചാരിച്ചിട്ട് കായ് വാങ്ങി പോക്കറ്റിലിടാനുള്ള സമയമായി എന്ന് വിചാരിച്ചിട്ടാണ് വേഗം വന്ന് കണ്ട് നോക്കിയത്.
അപ്പോൾ നോക്കിയപ്പോൾ വീണ്ടും പ്രിയപ്പെട്ടവരെ എനിക്ക് തെറ്റിപ്പോയി, നിങ്ങൾക്കും തെറ്റിപ്പോയി. കായ് അങ്ങനെ വെറുതെ കൊടുക്കണമെന്നില്ല എണ്ണയാളെ. യൂട്യൂബിൽ നിന്ന് ഒരിക്കലും നമുക്ക് വെറുതെ കിട്ടൂല. നമ്മുടെ കഠിന പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ വിജയമുള്ളത് എന്നാണ് ഞാൻ ഉറപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി ഉണ്ടാകുമല്ലോ, തെറ്റില്ലാത്തൊരു ജോലി, ആളുകൾക്ക് നല്ലത് മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ജോലി ആയിരിക്കണം കേട്ടോ യൂട്യൂബിൽ ചെയ്യുമ്പോൾ. നല്ല ജോലി, ആത്മാർത്ഥതയോട് കൂടി ചെയ്യുന്ന ജോലി, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ജോലി, അതുമായിട്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്ഷമ എന്ന് പറയുന്ന 2 അക്ഷരമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ് യൂട്യൂബിലുള്ള ജോലി. പുറത്ത് പോയിട്ട് നമുക്ക് ചില ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സമയത്തിനും കാലത്തിനുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അതുപോലെ എല്ലാം ചെയ്തു കൊടുക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പഴംപൊരിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കുറേ വീഡിയോകൾ നമ്മളുടെ അടുത്തുനിന്ന് മിസ്സായി പോകും. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് റേഷനരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിരുന്നു. നല്ല റേഷനരി എന്ന് പറഞ്ഞാൽ ചോറ് വെക്കുന്ന അരിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്ഥിരമായിട്ട് ചോറ് വെക്കുന്ന അരി, ചാക്കരി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ആ അരി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇഡ്ഡലി തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആയിരുന്നു, എന്ത് പറയാനാ പ്രിയപ്പെട്ടവരെ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് മാത്രം, വീഡിയോ അങ്ങനെ കട്ടാക്കിയാണല്ലോ നമ്മൾ എടുക്കുക. ആ എടുത്തതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ സാഹചര്യങ്ങൾ. ചിലപ്പോൾ ക്യാമറയിൽ നിന്ന് ഫുള്ള് പതിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വീഡിയോ എന്തൊക്കെ പല പ്രശ്നങ്ങളും കടന്നു പോയിരിക്കും ഞങ്ങൾ ഈ സാഹചര്യത്തിലൂടെ പോകുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. യൂട്യൂബ് തുടങ്ങാനുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രചോദനമായി ഈ വീഡിയോ എൻ്റെ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ സമയമായിട്ടുണ്ട് പ്രിയ കൂട്ടുകാരെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട കൂട്ടുകാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.